മനോജ് ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. സ്പെയിൻ്റെ ശക്തമായ തിരിച്ചുവരവ്, സ്പെയിനും സൗദി അറേബ്യയും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. സ്പെയിൻ കഴിഞ്ഞ മത്സരത്തിൽ കേപ്പ് വെർദെയോട് സമനില വഴങ്ങിയത് നമുക്കറിയാമല്ലോ. അതിൽ നിന്നും ശക്തമായൊരു തിരിച്ചുവരവാണ് 4-0 സൗദി അറേബ്യയെ ഇല്ലാതാക്കിയത്. സ്പെയിനിന് വേണ്ടി ഗോൾ നേടിയത് ആദ്യ 11-ൽ തന്നെ സ്ഥാനം പിടിച്ച ലാമിൻ യമാലും ഒസർബയാലുമാണ്. കഴിഞ്ഞ മത്സരത്തിൽ 30 മിനിറ്റ് പന്ത് കിട്ടാതിരുന്ന ഒരു കളിക്കാരൻ കേവലം 4 മിനിറ്റിൻ്റെ ഇടവേളയിൽ തന്നെ 2 ഗോളുകൾ അടിച്ചുകൊണ്ട് തനിക്ക് നേരെയുണ്ടായ വിമർശനങ്ങൾക്ക് മറുപടി നൽകി. ഒരു നമ്പർ 9-ൻ്റെ പകിട്ടുകളൊന്നുമില്ലാതെ ഗ്രൗണ്ടിൽ കളിച്ച ഒസർബയാൽ മികച്ച ടെക്നിക്കൽ പ്ലെയറാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിരുന്നു ഇന്നത്തെ മത്സരം. മറ്റൊരു ഓൺ ഗോളായിരുന്നു. കുക്രയുടെ ഒരു ഷോട്ട് സൗദി അറേബ്യൻ കളിക്കാരൻ്റെ കാലിൽ തട്ടി വലയിൽ പോവുകയായിരുന്നു. മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്പെയിൻ ആദ്യം തന്നെ പ്രസ്സിംഗ് ഗെയിം പുറത്തെടുക്കുകയും ആക്രമണാത്മക ഫുട്ബോൾ കളിക്കുകയും ചെയ്തു എന്നതാണ് പ്രത്യേകത. യമാലിന് അവസരം കിട്ടിയതോടുകൂടി അദ്ദേഹം തൻ്റെ സ്വതസിദ്ധമായ കളിയിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു. ആദ്യ ഗോൾ വന്നതും അങ്ങനെ തന്നെയാണ്. ഒന്നാം പകുതിയിൽ തന്നെ ശക്തമായ ലീഡെടുത്ത സ്പെയിനിൻ്റെ കോച്ച് ഡിഫാൻഡെ പ്രധാനപ്പെട്ട താരങ്ങൾക്ക് വിശ്രമം നൽകാനാണ് തീരുമാനിച്ചത്. യമാലിനും അതുപോലെ തന്നെ പെഡ്രിക്കും ഒക്കെ അദ്ദേഹം പിന്നീട് വിശ്രമം അനുവദിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇടവേളയ്ക്ക് ശേഷം സൗദി കളി കയ്യിലെടുക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നത് അവസാനത്തെ 25 മിനിറ്റിൽ സ്പെയിൻ ഒന്നും തന്നെ കളിച്ചില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് എത്തുക. കാരണം അല്ലെങ്കിൽ ഗോളുകൾ ഇതിലും കൂടുതൽ വരേണ്ടതായിരുന്നു. സൗദി അറേബ്യ തങ്ങളുടെ പ്രതിരോധം കൂടുതൽ ശക്തമായതാവാം കാരണം. ഈ മത്സരഫലത്തോടുകൂടി സ്പെയിൻ ഈ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തെത്തുകയും അടുത്ത മത്സരത്തിൽ ഉറുഗ്വേയോട് ഒരു സമനില പിടിച്ചാൽ പോലും അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാവുന്നതുമാണ്. സ്പെയിനിന് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അവരുടെ പ്രതിരോധത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം സൗദി അറേബ്യ അത്ര വലിയ ആക്രമണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലും ആദ്യ പകുതിയിലെ ഒരു കളി അവർക്ക് തുടരാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള